മുസ്ലിം ലീഗ് ഇരുമ്പാലശ്ശേരി ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണവും പ്രഭാഷണവും നടന്നു. പരിപാടി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഹംസത്ത് മാടാല, KP മുഹമ്മദ്, മേലാടയിൽ വാപ്പുട്ടി, K രായിൻ, ജാഫർ മൂളൂർ, കമാൽ, മുനീറ ബാനു, സിദ്ദീഖ് എന്നിവർ സംബന്ധിച്ചു. മനുഷ്യർക്ക് ഗുണം ചെയ്യണമെന്നല്ല പറയുന്നത്, ഹൽക്ക് സൃഷ്ടികൾ എന്നാണ് ഉപയോഗിച്ച പദം. അതിന്റെയൊക്കെ വ്യാഖ്യാനത്തിൽ മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമുഖത്തുള്ള ഏതൊരു വ്യക്തിക്കും, അതൊരു പട്ടിക്കാണെങ്കിലും, പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിനാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചല്ലോ. ആ സ്ത്രീക്ക് സ്വർഗം കിട്ടാൻ കാരണം ചാകാൻ പോകുന്ന ഒരു ജീവിക്ക് ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. വെള്ളം കൊടുത്തു, ജീവജലം ദാനം ചെയ്തു എന്നതാണ് അതിന്റെ ഗുണം. അപ്പോൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ പ്രവർത്തനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണമാണ്. സമ്പന്നന്റെ കയ്യിൽ സമ്പത്ത് കൊടുത്തപ്പോൾ അല്ലാഹു അവനൊരു ബാധ്യത വെച്ചു. നിർബന്ധദാനവും ഐച്ഛികദാനം. നിർബന്ധദാനം എന്ന് പറയുന്നത് മതത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. നിശ്ചിത സമയവും നിശ്ചിത അളവും എത്തിക്കഴിഞ്ഞാൽ ആ സക്കാത്ത് കൊടുത്തെങ്കിലേ അവന്റെ പണം അവന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അധ്വാനിച്ചതിന്റെ അംശം 2.5% പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അതെനിക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ആ 2.5% കലർന്ന പണം എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാണ് ഐച്ഛികദാനം. ഐച്ഛികദാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു പൊതുധാരണ, അയാൾക്കുള്ള സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുത്താൽ എല്ലാ ബാധ്യതയും തീർന്നു. പരിശുദ്ധ റമദാനിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപൂർവമാണെങ്കിലും ഗേറ്റിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആളുകൾ വന്ന് ധാരാളം തിരക്കുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ വർഷത്തെ സക്കാത്ത് തീർന്നുപോയി. സക്കാത്ത് തീർന്നുപോയി. അയാൾക്ക് എസ്റ്റേറ്റുകൾ ഉണ്ടാകും, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാകും, വലിയ സൗകര്യം ഉണ്ടാകും, സംവിധാനം ഉണ്ടാകും. എന്നിങ്ങനെ തീർന്നു പോകല്. സക്കാത്തെ തീർന്നിട്ടുള്ളൂ. അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഓരോരുത്തരെയും ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ സമ്പന്നനായ ഒരു മനുഷ്യൻ, കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ഒരു മനുഷ്യൻ അതിന്റെ 2.5% കൊടുത്താൽ രക്ഷപ്പെടുന്നില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാം അല്ല. ഏത് പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചു, ഒരു വ്യക്തിക്ക് സമ്പത്തുണ്ടെങ്കിൽ അവന്റെ സക്കാത്ത് കഴിച്ച് ബാക്കിയുള്ള തുക മുഴുവൻ അവന്റേതൊന്നുമല്ല. മുസ്തഖ്ലഫീന ഫീഹി എന്നാണ് ഖുർആന്റെ വാക്ക്. പ്രാതിനിധ്യമേ അതിലുള്ള, ഓൺലി റെപ്രസെന്റേഷൻ. ആ വ്യക്തിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താവും? അത് പ്രകടമായ തെറ്റാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉപയോഗിച്ച പദം എന്താണെന്നറിയോ? ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീന ഫീ അംവാലിഹിം സിവ സക്കാത്തി. ഓരോ സമ്പന്നന്റെയും സമ്പത്തിൽ സക്കാത്തിന്റെ പുറമെ അള്ളാഹു ഒരു നിർബന്ധം വെച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ ആവശ്യ നിവൃത്തിക്ക് മതിയായ ഒരു തുക കൊടുക്കണം, നിർബന്ധം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചെലവ് കഴിച്ച് എന്ന് പറഞ്ഞാൽ സോഷ്യലിസം ഒരിക്കലും അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല. ഓരോ വർഷത്തേക്കാളുള്ള ബജറ്റ് കണക്കാക്കുക. എനിക്കും എന്റെ കുടുംബത്തിനും ഒരു വർഷം കഴിയാനുള്ള തുക കഴിച്ച് ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിച്ചാൽ കൊടുത്തോളണം. ഇസ്ലാമിന്റെ നിർബന്ധം.